നമസ്കാരം. ഞാൻ ഡോക്ടർ സജീവകുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. സ്കൂളുകളിൽ അച്ചടക്കം നിലനിർത്താൻ ചെറിയ രീതിയിൽ ചൂരൽ പ്രയോഗമാകാവുന്ന ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജഡ്ജിമാർ നീതിന്യായ വ്യവഹാരത്തിൽ നിപുണരാണെങ്കിലും ചില ജഡ്ജിമാരെങ്കിലും ശാസ്ത്രബോധമില്ലാത്തവരും പാരമ്പര്യവാദികളുമാണ്. അതുകൊണ്ടാണ് ഇത്തരം അശാസ്ത്രീയമായ തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്കൂളുകളിലും വീടുകളിലും ശാരീരിക ശിക്ഷ നല്ലതാണെന്നും അത് സ്വീകാര്യമാണെന്നും ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ ശാരീരിക ശിക്ഷ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതിന് നിരവധി പഠനങ്ങളുടെ തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്ര സത്യമാണ്. 50 വർഷത്തിലേറെ കാലം നീണ്ട നിരവധി പരീക്ഷണങ്ങൾ കാണിക്കുന്നത് ശാരീരിക ശിക്ഷ എന്നത് കുട്ടികളെ നല്ലതാക്കുന്നതിൽ ഫലപ്രദമല്ലെന്ന് മാത്രമല്ല, അവരിൽ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു എന്നുള്ളതാണ്. ശാരീരിക ശിക്ഷ അല്ലെങ്കിൽ കോർപ്പറൽ പണിഷ്മെൻറ്റ് എന്നതിലൂടെ ഒരു കുട്ടിക്ക് മനസ്സിലാകുന്നത് ചില തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ബലപ്രയോഗത്തിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അക്രമം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി അവർക്ക് ഇതൊരു തെറ്റായ ധാരണ ഇത് സൃഷ്ടിക്കപ്പെടുന്നു. അതുമൂലം ഇത്തരം കുട്ടികൾ ഭാവിയിൽ സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റ രീതികളിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അടിസ്ഥാനപരമായി മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ ദ്രോഹിക്കരുതെന്നും പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അടിച്ച് പഠിപ്പിക്കുന്നത് പ്രമേഹം മാറാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നത് പോലെ അർത്ഥശൂന്യമാണ്. ശാരീരിക ശിക്ഷ പലപ്പോഴും കുട്ടികളിൽ ഭയം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അവർക്ക് തെറ്റിനെക്കുറിച്ചൊരു ബോധ്യമോ അവർക്കുണ്ടാകത്തില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം അവർ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ കോപത്തിനെയോ ശിക്ഷയോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതുമൂലം അവരുടെ ഒരു നിയന്ത്രണത്തിനുള്ള വളർച്ചയും നൈതിക ബോധത്തിനുള്ള വളർച്ചയും തടസ്സപ്പെടുകയും അവർ ഭയത്താൽ മാത്രം ജീവിക്കുന്ന കുട്ടികളായി മാറുകയും ചെയ്യുന്നു. നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നതിന് പകരം അവർ വെറും പേടിത്തൊണ്ടന്മാരായി മാറുന്നു. ഇത് ശിക്ഷയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ തന്നെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഞങ്ങളെയൊക്കെ മാതാപിതാക്കൾ അടിച്ചാണല്ലോ വളർത്തിയത്, ഞങ്ങൾക്ക് ദോഷമൊന്നും പറ്റിയില്ലല്ലോ എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റും? അവരെ കുറേ കൂടി നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ അവർ ഇതിലും നല്ല പൗരന്മാരായി മാറിയേനെ. അതുമാത്രമല്ല, ഒരു ശാസ്ത്ര സത്യം എന്ന് പറയുന്നത് വ്യക്തിഗത അനുഭവ സാക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമല്ല. അത് ശാസ്ത്ര സത്യം എന്ന് പറയുന്നത് നിരവധി നിരീക്ഷണങ്ങളിൽ കൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. അങ്ങനെ നിരവധി പരീക്ഷണങ്ങളിൽ കൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നത് അവർക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളത്. സ്വഭാവ രൂപീകരണം ബലപ്രയോഗത്തിൽ ഒട്ടും അധിഷ്ഠിതമല്ല. അത് സ്വയം തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹിഷ്ണുതയിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൈകൾ കുഞ്ഞുങ്ങളെ അടിക്കാനുള്ളതല്ല. നന്ദി, നമസ്കാരം.